പുറപ്പാട് അധ്യായം 29. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടതിതാണ്: ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ 2 മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കണം. അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരിക. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക. അങ്കി, എഫോദിൻ്റെ നിലയങ്കി, എഫോദ്, ഉരസ്ത്രാണം, എഫോദിൻ്റെ ചിത്രത്തൈയിലുള്ള അരപ്പട്ട എന്നിവ അഹ്റോനെ അണിയിക്കണം. അവൻ്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം. അനന്തരം തൈലം തലയിലൊഴിച്ച് അവനെ അഭിഷേചിക്കുക. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറെ എടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയന്മേലുള്ള മേധസ്സും എടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ. അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കണം. അതിനെ കഷണങ്ങളായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം. ഇവ മറ്റ് കഷണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കണം. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോൻ്റെയും പുത്രന്മാരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും വേണം. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം നീ മുട്ടാടിൻ്റെ മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ കുറകും എടുക്കണം. കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം. ഇവയെല്ലാം അഹ്റോൻ്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അഹ്റോൻ്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിൻ്റെ നെഞ്ചെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുക. ഇത് നിന്റെ ഓഹരിയായിരിക്കും.
അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാജനം ചെയ്ത നെഞ്ചും കുറകും വിശുദ്ധീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത്. ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാജനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും. അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചുകൊണ്ടായിരിക്കണം. അവൻ്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവൻ്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ 7 ദിവസം അത് ധരിക്കണം. അഭിഷേകത്തിന് അർപ്പിക്കുന്ന മുട്ടാടിൻ്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം. മുട്ടാടിൻ്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ഭക്ഷിക്കണം. തങ്ങളുടെ അഭിഷേകത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ. അവ വിശുദ്ധമാകയാൽ അന്യർ ഭക്ഷിക്കരുത്. അഭിഷേകത്തിനു വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം. അത് വിശുദ്ധമാകയാൽ ഭക്ഷിക്കരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹ്റോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക. അവരുടെ അഭിഷേക കർമ്മം 7 ദിവസം നീണ്ടു നിൽക്കണം. പാപപരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം. ബലിപീഠത്തിൽ പരിഹാരബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും. അനന്തരം അതിനെ അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുക. 7 ദിവസം പരിഹാരബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും. ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ്: 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം. ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത്. 1-ാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം 4-1 ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച 10-1 ഏഫ മാവും പാനീയബലിയായി 4-1 ഹിൻ വീഞ്ഞും സമർപ്പിക്കണം. പ്രഭാതത്തിലെന്ന പോലെ സായാഹ്നത്തിൽ 2-ാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയബലിയോടുമൊത്ത് സുഗന്ധവാഹിയായ ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണ് ഇത്. അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കുകയും എൻ്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കും, അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. Chapter 29. This is the rite you shall perform in consecrating them as my priests. Procure a young bull and 2 unblemished rams. With fine wheat flour make unleavened cakes mixed with oil, and unleavened wafers spread with oil, and put them in a basket. Take the basket of them along with the bullock and the 2 rams. Aaron and his sons you shall also bring to the entrance of the meeting tent, and there wash them with water. Take the vestments and clothe Aaron with the tunic, the robe of the ephod itself, and the breastpiece, fastening the embroidered belt of the ephod around him. Put the mitre on his head, the sacred diadem on the mitre. Then take the anointing oil and anoint him with it, pouring it on his head. Bring forward his sons also, and clothe them with the tunics, gird them with the sashes, and tie the turbans on them. Thus shall the priesthood be theirs by perpetual law, and thus shall you ordain Aaron and his sons. Now bring forward the bullock in front of the meeting tent. There Aaron and his sons shall lay their hands on its head.
Then slaughter the bullock before the Lord at the entrance of the meeting tent. Take some of its blood, and with your finger put it on the horns of the altar. All the rest of the blood you shall pour out at the base of the altar. All the fat that covers its inner organs, as well as the lobe of its liver and its 2 kidneys, together with the fat that is on them, you shall take and burn on the altar. But the flesh and hide and offal of the bullock you must burn up outside the camp, since this is a sin offering. Then take one of the rams, and after Aaron and his sons have laid their hands on its head, slaughter it. The blood you shall take and splash on all the sides of the altar. Cut the ram into pieces. Its inner organs and shanks you shall first wash, and then put them with the pieces and with the head. The entire ram shall then be burned on the altar, since it is a holocaust, a sweet-smelling oblation to the Lord. After this take the other ram, and when Aaron and his sons have laid their hands on its head, slaughter it. Some of its blood you shall take and put on the tip of Aaron's right ear, and on the tips of his sons' right ears, and on the thumbs of their right hands, and the great toes of their right feet. Splash the rest of the blood on all the sides of the altar. Then take some of the blood that is on the altar, together with some of the anointing oil, and sprinkle this on Aaron and his vestments, as well as on his sons and their vestments, that his sons and their vestments may be sacred. Now from this ram you shall take its fat, its fatty tail, the fat that covers its inner organs, the lobe of its liver, its 2 kidneys with the fat that is on them, and its right thigh, since this is the ordination ram. Then out of the basket of unleavened food that you have set before the Lord, you shall take one of the loaves of bread, one of the cakes made with oil, and one of the wafers. All these things you shall put into the hands of Aaron and his sons, so that they may wave them as a wave offering before the Lord. After you have received them back from their hands, you shall burn them on top of the holocaust on the altar as a sweet-smelling oblation to the Lord. Finally, take the breast of Aaron's ordination ram and wave it as a wave offering before the Lord. This is to be your own portion. Thus shall you set aside the breast of whatever wave offering is waved, as well as the thigh of whatever raised offering is raised up, whether this be the ordination ram or anything else belonging to Aaron or to his sons. Such things are due to Aaron and his sons from the Israelites by a perpetual ordinance as a contribution. From their peace offerings, too, the Israelites shall make a contribution, their contribution to the Lord. The sacred vestments of Aaron shall be passed down to his descendants, that in them they may be anointed and ordained. The descendant who succeeds him as priest, and who is to enter the meeting tent to minister in the sanctuary, shall be clothed with them for 7 days. You shall take the flesh of the ordination ram and boil it in a holy place. At the entrance of the meeting tent, Aaron and his sons shall eat the flesh of the ram and the bread that is in the basket. They themselves are to eat of these things by which atonement was made at their ordination and consecration. But no layman may eat of them, since they are sacred. If some of the flesh of the ordination sacrifice, or some of the bread remains over on the next day, this remnant must be burned up. It is not to be eaten, since it is sacred. Carry out all these orders in regard to Aaron and his sons, just as I have given them to you. 7 days you shall spend in ordaining them, sacrificing a bullock each day as a sin offering to make atonement. Thus also shall you purge the altar in making atonement for it. You shall anoint it in order to consecrate it. 7 days you shall spend in making atonement for the altar and in consecrating it. Then the altar will be most sacred, and whatever touches it will become sacred. Now this is what you shall offer on the altar: 2 yearling lambs, as the sacrifice established for each day, 1 lamb in the morning, and the other lamb at the evening twilight. With the first lamb there shall be 1/10 of an ephah of fine flour, mixed with 1/4 of a hin of oil of crushed olives, and, as its libation, 1/4 of a hin of wine. The other lamb you shall offer at the evening twilight, with the same cereal offering and libation as in the morning. You shall offer this as a sweet-smelling oblation to the Lord. Throughout your generations this established holocaust shall be offered before the Lord at the entrance of the meeting tent, where I will meet you and speak to you. There at the altar I will meet the Israelites. Hence it will be made sacred by my glory.
Thus I will consecrate the meeting tent and the altar, just as I also consecrate Aaron and his sons to be my priests. I will dwell in the midst of the Israelites, and will be their God. They shall know that I, the Lord, am their God, who brought them out of the land of Egypt, so that I, the Lord their God, might dwell among them.